الله ولي الذين آمنوا يخرجهم من الظلمات إلى النور والذين كفروا أولياؤهم الطاغوت يخرجونهم من النور إلى الظلمات. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഇസ്മുൽ ആദമിനെ സംബന്ധിച്ചാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളും കൂടെ ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, അറിവ് വഴികാട്ടിയും ലക്ഷ്യം നേടാൻ സഹായിക്കുന്നത് ദ്വായുമാകുന്നു, പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ പെട്ടതാണ് ഇസ്മുൽ ആദം എന്ന് പറഞ്ഞത്. ഇപ്പം ചില ആൾക്കാർ അതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ എഴുതിയിട്ടുണ്ട്, എവിടെ ഇസ്മുൽ ആദം എന്ന്. ഇസ്മുൽ ആദം എവിടെ എന്ന് ചോദിച്ചാൽ അതത് മുഴുവനും കേൾക്കാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവും. മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞില്ലേ, ഒന്ന് ആയത്തുൽ കുർസിയിലെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നതിലാണ്. രണ്ടാമത് പറഞ്ഞത് സൂറത്തു ആല ഇമ്രാനിലെ അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നതിലാണ്. ഇസ്മുൽ ആദം മറക്കപ്പെട്ടിരിക്കുകയാണ്. അതവൻ ഉദ്ദേശിച്ച വ്യക്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കും. പിന്നെ അങ്ങനെ വ ഇലാഹുക്കും ഇലാഹും വാഹിദ്, അതിലാണ് ഹുവർ റഹ്മാനുർ റഹീം എന്നതിലാണ് ആ ഇസ്മുൽ ആദം ഉള്ളത് എന്ന്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്മുൽ ആദം ഇതിലാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച തന്ന ആ കാര്യത്തിൽ ഇതിലെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുക. അത് നമ്മൾ ആദ്യം പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലകൽ ഹംദ ലാ ഇലാഹ ഇല്ലാ അൻതൽ മന്നാനു ബദിഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യ് യാ ഖയ്യൂം. ഇതാണ് ഇസ്മുൽ ആദം എന്നതിൻ്റെ പ്രാർത്ഥന. അപ്പം ഇതിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കി, ഹംദ് ഉൾപ്പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ, അഫ്ളലു ദുആഇ അൽഹംദുലില്ലാ എന്നാണ്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതും ആദ്യം അൽഹംദുലില്ലാ, ശുക്റാണ്, നന്ദിയാണ്. നമ്മൾ ജീവിക്കാൻ അനുവദിക്കുന്ന റബ്ബിന് സ്തുതി. എപ്പോഴും നമ്മൾ എണീക്കുമ്പോൾ അൽഹംദുലില്ലാ, അതുപോലെ തന്നെ നമ്മൾ മലമൂത്ര വിസർജനം ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, എപ്പോഴും ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാ, എപ്പോഴും അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ ലോ അന്ന ദുനിയാ ബിഹദാഫിരിഹാ ബിയദി റജുലിൻ മിൻ ഉമ്മത്തി സുമ്മ ഖാല അൽഹംദുലില്ലാ കാന അൽഹംദുലില്ലാ അഫ്ളലു ദാലിക. ഈ ഭൂമിയിലുള്ളത് മുഴുവനും ഒരു മനുഷ്യന് അധീനപ്പെടുത്തി കൊടുത്തു. ലോ അന്ന ദുനിയാ ബിഹദാഫിരിഹാ ബിയദി റജുലിൻ മിൻ ഉമ്മത്തി, ഈ ലോകത്തുള്ള കാണുന്ന സകല വസ്തുക്കളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് അധീനപ്പെടുത്തി കൊടുത്തു. അതെല്ലാം അവൻ്റെ അധികാരത്തിലായിപ്പോയി. എന്നിട്ട് സുമ്മ ഖാല അൽഹംദുലില്ലാ, പിന്നീട് അവൻ അൽഹംദുലില്ലാ പറഞ്ഞാൽ കാന അൽഹംദുലില്ലാ അഫ്ളലു ദാലിക. ആ അൽഹംദുലില്ലയാണ് അവന് ഏറ്റവും ശ്രേഷ്ഠമായത്. ഈ ദുന്യാവും ഈ ദുന്യാവിനേക്കാൾ എന്തൊക്കെ ഉണ്ടോ അതിലൊക്കെ ശ്രേഷ്ഠത അൽഹംദുലില്ലയാണ്. അപ്പോൾ ആ അൽഹംദുലില്ല നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു, ഇല്ലേ? പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തുൻ ത്വയ്യിബ ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തുൽ ഇഖ്ലാസ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മിഫ്താഹുൽ ജന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ ദഖലൽ ജന്ന. മുഖ്ലിസ് ഇഖ്ലാസോട് കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ കടന്നു. അതും ഈ ദുആയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായോ? പിന്നുള്ളത് എന്താണ്? യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, സ്വന്തം നിലനിൽക്കുന്നവനെ, ഒറ്റയാളുടെ ആശ്രയമില്ലാതെ എല്ലാം നിലനിർത്തി പോരുന്ന സ്വയം നിലനിൽക്കാൻ കഴിവുള്ള അല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂം, സ്വന്തം നിലനിൽക്കുന്ന, ഒരാളുടെ ആശ്രയവുമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു പ്രാർത്ഥന, ആ ഒരു ദുആ നമ്മൾ പെടുത്തിയിരിക്കുന്നത്. അപ്പം അത് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം നൽകുമെന്നുള്ളതാണ്. അതുകൊണ്ട് പറയാം,
اللهم إني أسألك بأن لك الحمد لا إله إلا أنت المنان بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم. എന്നിട്ട് നമുക്ക് വേണ്ടതൊക്കെ ചോദിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുമ്പോൾ ഹംദിനെ മുന്തിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ ദുആയുടെ മര്യാദയാണ്. പിന്നീട് നമ്മൾ നബിൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു. അങ്ങനെ നമ്മൾ പിന്നെ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളെ നിറവേറ്റി തരുമെന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, നേരെ വേറൊന്നിൽ കാണാം, ഇതിൽ ഇസ്മുൽ ആളമാണെന്ന്. ഇത് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദ ലാ ഇലാഹ ഇല്ലാ അൻത വഹദുക ലാ ശരീക ലക അൽ മന്നാനു ബദിഉസ് സമാവാതി വൽ അർദ് ദുൽ ജലാലി വൽ ഇക്റാം അൽ യാ ഹയ്യ ഖയ്യൂം. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അസ്അലുക, തീർച്ചയായും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ബഹുവചനമാണെങ്കിൽ നിസ്അലുക എന്ന് പറഞ്ഞാൽ മതി. ബി അന്ന ലക്കൽ ഹംദ, തീർച്ചയായും ഹംദ് നിനക്കാണ്. ഇവിടെയൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണേ എന്നെ ജീവിക്കാൻ അനുവദിച്ചതിന് എനിക്ക് സ്തുതി. മുഴുവൻ എല്ലാ സമയത്തും അൽഹംദുലില്ലാ. ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാ, മലമൂത്ര വിസർജനം കഴിച്ചാൽ അൽഹംദുലില്ലാ. നോക്ക് നിങ്ങൾ സുഹൃത്തുക്കളെ, എത്ര ആളുകൾക്ക് ഇതൊന്നും കഴിയാതെ അവർ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ആയി നിൽക്കുന്നു. ഒരു കണ്ണ് കാണാത്ത ഒരാൾ എന്നോട് ഒരിക്കൽ പറയുകയുണ്ടായി. അദ്ദേഹം ഒരു ഉസ്താദാണ്, മൂല്യരാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ മനോഹരമായി കണ്ണ് കാണും, എന്തെല്ലാം കണ്ട് നിങ്ങൾ ആസ്വദിക്കും, എനിക്കതിന് സാധ്യമല്ല. പക്ഷേ ഞാൻ എൻ്റെ റബ്ബിലേക്ക് തവക്കുലാക്കി നാളെ എനിക്ക് ഇതിലും മനോഹരമായ കാഴ്ച എൻ്റെ റബ്ബ് എനിക്ക് നൽകും എന്നുള്ള ദൃഢനിശ്ചയം എനിക്കുണ്ട്. നമുക്ക് അല്ലാഹു തആല തന്ന വലിയ അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും നമ്മുടെ വിചാരവികാരങ്ങളെ കൊണ്ട് പ്രവർത്തിക്കുകയില്ല. നൽകുന്നതാരാണ്? അള്ളാഹ്. അപ്പം അള്ളാഹ്ക്ക് സ്തുതി എത്ര പറഞ്ഞാലും മതിയാവൂല. അപ്പം എല്ലാ സ്തുതി നിനക്കാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീ ഒഴികെ ഒരു ഇലാഹില്ല, ഒരു ആരാധ്യനില്ല. വഹദുക, നീ തനിച്ചാണ്, ഒരിക്കലും വിഭജിക്കാൻ കഴിയാത്ത ഒന്നാണ്. അഹദ്, നീ വഹദാനാണ്. ലാ ശരീക ലക, നിനക്കൊരു പങ്കുകാരില്ല, നിനക്കൊരു കൂട്ടുകാരില്ല. അൽ മന്നാനു ബദിഉസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയുടെ സൃഷ്ടാവായ അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞു തരുന്ന റഹ്മാനായ റബ്ബ്. ദുൽ ജലാലി വൽ ഇക്റാം, അവൻ മഹത്വമുടയവനും ബഹുമാനമുടയവനുമാണ്. അങ്ങനത്തെ റബ്ബിനോട് ഞാൻ ചോദിക്കുന്നു എന്ന് മറ്റൊരു ഹദീസിൽ നമ്മൾക്ക് അങ്ങനെ കാണാവുന്നതാണ്. അപ്പം ഇതൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ഇഖ്ലാസോട് കൂടെ ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾക്ക് അനുകൂലമായി കിട്ടും. എന്താണ് നമ്മൾ ചോദിക്കുന്നത് അത് കിട്ടും. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. വമൻ യുഅ്മിൻ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് ആരെങ്കിലും വിശ്വസിച്ചു എങ്കിൽ യഹ്ദി ഖൽബഹു, അവൻ്റെ ഹൃദയത്തെ അല്ലാഹു തആല സന്മാർഗത്തിലേക്ക് കൊണ്ടുപോകും. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു തആല എല്ലാ വസ്തുക്കളെയും വളരെ സുരക്ഷിതമായി അറിയുന്നവനാണ്, വളരെ വ്യക്തമായി അറിയുന്നവനാണ്. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ വല്ലദീന കഫറൂ ഔലിയാഉഹുമുത് ത്വാഗൂത്ത് യുഖ്രിജൂനഹും മിനൻ-നൂരി ഇലൽ-ളുലുമാത് ഉലൈക അസ്ഹാബുൻ-നാരി ഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹു വലിയുല്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകളുടെ വലിയ സംരക്ഷണം ഏറ്റെടുത്തവൻ അള്ളയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മുഅ്മിനീങ്ങളുടെ വലിയ. അല്ലാഹു ആകുന്നു വലിയുല്ലദീന ആമനൂ, വിശ്വസിച്ചതായ ഒരു വിഭാഗം ആളുകളുടെ വലിയാണ്, സംരക്ഷണനാണ് എന്നർത്ഥം. യുഖ്രിജു മിനൽ-ളുലുമാതി, അന്ധതയിൽ നിന്ന് അവൻ പുറപ്പെടുവിക്കും, ഇലൻ-നൂരി, പ്രകാശത്തിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ധതയിൽ നിന്ന് അവരെ പ്രകാശത്തിലേക്ക് എന്താവും? പുറപ്പെടുവിക്കും. നല്ല മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിച്ചു കൊടുക്കും. ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, ഗുണകരമായ കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് വഴി കാണിക്കും. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ മുഅ്മിനായി മുത്തഖിയായി ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു തആല ചീത്തയായ മാർഗങ്ങളെ അടച്ചു കളയുകയും ഇൽമാകുന്ന, ഈമാനാകുന്ന, തൗഹീദാകുന്ന ആ വചനങ്ങളെ അവൻ്റെ കൽബിൽ പ്രകാശിപ്പിക്കുകയും വല്ലദീന കഫറു ഔലിയാഉഹുമുത് ത്വാഗൂത്ത്, നിഷേധികളായ ആളുകൾ, അവിശ്വാസികളായ ആളുകൾ, അവരുടെ വലിയ, അവരുടെ സംരക്ഷകൻ അത്താവൂത്ത് പൈശാചികമായ പ്രവണതകളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയുകയാണെങ്കിൽ യുഖ്രിജൂനഹും മിനൻ-നൂരി, പ്രകാശത്തിൽ നിന്ന് അവരെ പുറപ്പെടുവിക്കും, ഇലൽ-ളുലുമാതി, അന്ധതയിലേക്ക്, ഇരുട്ടിലേക്ക്, ഉലൈക അസ്ഹാബുൻ-നാരി ഹും ഫീഹാ ഖാലിദൂൻ,
അവർ എന്നൊന്നും നരകത്തിലാണ്. അപ്പോൾ മുഅ്മിനീങ്ങളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ധതയിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ്. നിഷേധികളായ ആളുകൾ ആരൊക്കെയുണ്ടോ അവരുടെ വിലായത്തും അവരുടെ ഏം, ആ, വസ്തുക്കളൊക്കെ ചില ഊഹാപോഹങ്ങളും ചില ആരാധ്യ മൂർത്തികളുമാണ്. അപ്പോൾ എന്തിനെ ആരാധിക്കുന്നോ അത് നമ്മൾക്ക് അനുകൂലമായി കിട്ടും. അങ്ങനെയാണ്. അള്ളാഹുവിനെ വലിയാക്കി കഴിഞ്ഞാൽ അള്ളാഹുവാണ് കാര്യങ്ങൾ നമ്മൾക്ക് കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറാക്കി നീറ്റാക്കി തരിക. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങളാണ് എന്തൊരു കാര്യം എത്തിയാലും അത് മുഅ്മിനീങ്ങൾ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കും. അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കും. അവരങ്ങും വേവലാതിപ്പെടുകയില്ല. അപ്പം നമ്മൾ ചോദിക്കും, പറയും, അല്ല ഇവിടെ ആർക്കും ദുആ ചെയ്താലും ഉത്തരം കിട്ടുമല്ലോ, അതുപോലെ തന്നെ എന്തും ഇവിടെ നടക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ നമ്മൾ പറയുമ്പോൾ, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, പ്രകൃതിപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നിയമവ്യവസ്ഥകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ഖൽബും അവയവങ്ങളുമായി അഭേദ്യ ബന്ധമാണുള്ളത്. ഒരു വ്യക്തിയുടെ ശരീരവും മനസ്സും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, വിശപ്പ്, ക്ഷീണം, രോഗം തുടങ്ങിയ മനസ്സിനെ വല്ലാതെ അലട്ടിക്കളയും. ചില വിചാരങ്ങളും വികാരങ്ങളും മനുഷ്യ ശരീരത്തെ ബാധിക്കുന്നതാണ്. ബാക്കിയൊക്കെ നിങ്ങൾ അങ്ങനെ കൂട്ടി നോക്കിയാൽ മതി. ദുഃഖിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് നന്നായി ഒരു ഭക്ഷണം കഴിക്കാൻ സാധ്യമല്ല. ഉണ്ടോ? അപ്പം എന്താണ്, നമ്മളുടെ മനസ്സ് എന്തോ അതനുസരിച്ചു കൊണ്ടാണ് നമ്മളുടെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തദ്ബീർ. അങ്ങനെ അല്ലാഹു തആല നിശ്ചയിച്ചതാണ്. അത് ഈ ലോകത്ത് എല്ലാവർക്കും അല്ലാഹു തആല റഹ്മാനായ ശിവത്താണ്. റഹ്മാൻ എന്ന അള്ളാഹ്ക്ക് ശിവത്തുണ്ടല്ലോ. അതുകൊണ്ട് ആ റഹ്മാൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അടിമ എന്ന നിലക്ക് അല്ലാഹു തആല എല്ലാവർക്കും എന്താവും, ചോദിച്ചതിന് അവൻ അല്ലാഹു തആല ഉത്തരം നൽകും. നമ്മുടെ മനസ്സും കൽബും ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറിയൊരു കഥ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അനുഭവത്തിലൊരു കഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ വളരെ ചെറുപ്പത്തിൽ ഞങ്ങൾ ചെറിയ ഒരു വീടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ കറണ്ട് അതുപോലെ മറ്റ് വെളിച്ച സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ എല്ലാവരും പറഞ്ഞിങ്ങനെ പേടിപ്പിക്കുന്നത് ഒടിയനുണ്ടാവും, അതുപോലെ തന്നെ പ്രേതം ഉണ്ടാവും, അതുപോലെ കുളിയനുണ്ടാവും, പറക്കുട്ടി ഉണ്ടാവും, അപ്പോൾ തക്കാളി ഉണ്ടാവും, ആകാശകാലി ഉണ്ടാവും. ഇങ്ങനെ പല നിലക്കുള്ള ഭയപ്പെടുത്തലുകളും നമ്മുടെ മനസ്സിൽ അങ്ങേയറ്റത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെ അടുത്തൊന്നും വീടില്ല, കുറേ വിട്ടൊക്കെയാണ് വീടുകളൊക്കെ ഉള്ളത്. നമ്മൾ തന്നെ ചെറിയൊരു വീടുമാണ്. അപ്പോൾ പിതാവിൻ്റെ പാപ്പ ബിസിനസ് സംബന്ധമായി കാര്യങ്ങൾ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്കൊക്കെ രാത്രി പുറത്തു പോകും. ആ കാലഘട്ടത്തിൽ വല്ലാതെ ഒന്നും നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ ഇന്നത്തെ പോലെ ഒന്നും ഇല്ല കേട്ടോ. രാത്രി പോയി ജോലി ചെയ്താലും അതുപോലെ തന്നെ അല്ലാത്ത സമയത്തൊക്കെ ആ സമയത്തൊക്കെ ജോലി ചെയ്തിട്ട് വേണം അവർക്ക് എന്തെങ്കിലും കിട്ടാൻ. അങ്ങനെ രാത്രി പോകുമ്പോൾ ഒരു ദിവസം തൻ്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ പാപ്പാൻ്റെ നമ്മളൊരു കുടുംബമാണ്, അദ്ദേഹം വന്ന് നമ്മൾക്ക് ജോലിക്ക് പോകുക, അന്ന് രാത്രി ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, അല്ല അബ്ദുള്ള, നിങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചെറിയ കുട്ടികളെയും കൊണ്ട് എന്താ ചെയ്യുക, എനിക്ക് പേടിയാവും. അതുകൊണ്ട് നിങ്ങൾ ഈ രാത്രി ഉള്ള പരിപാടി വേറെ ഒരു സമയത്തായി ഇവിടെ വെച്ചു. അപ്പോൾ എടുത്ത വഴിക്ക് പറഞ്ഞു, അതിന് ഒരു പണിയുണ്ട് മച്ചോനിച്ചെന്ന് പറഞ്ഞു. എന്താണ്, ഒരു മുണ്ട് നനച്ച് കൊണ്ടുപോയി തലക്കം പുറത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ ഒരു പേടി ഉണ്ടാവില്ല. ഒരു മുണ്ട് നനച്ചിട്ട് തലക്കം പുറത്ത് കൊണ്ടുപോയാൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാനിത് കേട്ടു. അപ്പം നമ്മൾ ആദ്യം അവിടെ ഉപ്പില്ലാത്ത സമയത്തൊക്കെ കിടന്നുറങ്ങുമ്പോൾ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ നെറ്റി ഉണരും, പേടിച്ചു. അങ്ങനത്തെ കാലഘട്ടമാണത്. അപ്പോൾ ശരിക്ക് ഉറങ്ങാൻ കഴിയലില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇല്ല, പേടിക്ക് നമുക്കൊരു സാധനം കിട്ടിയത് തന്നെയാണ്. എന്ത്, ഒരു മുണ്ട് നനച്ചിട്ട് കൊണ്ടുപോയി തലഭാഗത്ത് വെച്ചാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ എന്താക്കിയെന്നറിയാം, അവരൊക്കെ പോയ പാട് നല്ലൊരു മുണ്ടെടുത്തിട്ട് നനച്ച് എൻ്റെ തലൻ്റെ ഭാഗത്ത് കൊണ്ടുപോയി വെച്ചു. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇനിയിപ്പോൾ എന്തില്ല, ഇന്ന് ശൈത്താനും മുടിയനും ജിന്നും ഒന്നും വരൂല, ഇൻസൊന്നും പഠിപ്പിക്കാനോ മനസ്സിലാക്കാനോ വരില്ല. അതുകൊണ്ട് ഇത് നമ്മളെ സംരക്ഷിക്കും എന്നുള്ളത് ദൃഢനിശ്ചയത്തോട് കൂടെ ഞാൻ സുഖമായി ഉറങ്ങി. നേരം കൊടുത്തു, ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ഇവരില്ലാത്തന്നൊക്കെ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. ഒരു ദിവസം ഈ മുണ്ട് നനച്ച് പോകുന്നത് കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞു, ഇതെങ്ങോട്ടാ ഈ മുണ്ട് നനച്ച് പോകണമെന്ന് ചോദിച്ചു. ഈ മുണ്ട് ചെറുതാണ് ഞാനേ, ഈ മുണ്ട് എന്തിനാ എനിക്ക് പേടിയാണ്. അങ്ങനെ എന്തുകൊണ്ടായ പേടി, ഒന്നാളെ നമ്മുടെ അവളൊക്കെ പറഞ്ഞില്ലേ ഇങ്ങനെ നനച്ചു കൊണ്ടുപോയി വെച്ചാൽ മതി എന്നുള്ളത്, അത് വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ എനിക്കൊന്ന് ചോദിച്ചു നോക്കണം എന്നൊരു ആഗ്രഹം. ഇദ്ദേഹം വന്നിട്ട് അങ്ങനെ മറ്റൊരു ദിവസം ഇദ്ദേഹം വന്നു. ഇദ്ദേഹം വന്നപ്പോൾ ഞാൻ, അല്ല, ഈ മുണ്ട് നനച്ച് നമ്മൾ കൊണ്ടുപോയി നമ്മളടുത്ത് വെച്ചാൽ എങ്ങനെയാണ്
പേടി മാറുകയെന്ന് വെച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞ് ചിരിച്ചിട്ട്, അതെ പേടിയാകുന്ന ഭാഗം ഇങ്ങനെ തുടച്ചിട്ടാൽ മതിയാണ്. ഇതൊരു തമാശ പറഞ്ഞതാണ് സംഗതി. ഞാനതെന്താക്കി, എനിക്കതിനെ സംബന്ധിച്ച് വിവരമില്ലാത്തതുകൊണ്ട് വലിയൊരു കാര്യമാക്കി എടുത്തു. പക്ഷേ രാത്രി സുഖമായി ഉറങ്ങി, മറ്റേ നെട്ടില്ല, പേടില്ല, ഒന്നുമില്ല, കാരണം മുണ്ടുണ്ടല്ലോ ഇവിടെ. ഇതേ രീതിയിലാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് അല്ലാത്തതിലേക്ക് നമ്മൾ തൊടുമ്പോൾ അല്ലാഹു തആല പ്രകൃതിയിൽ ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് കൊണ്ടായിരിക്കും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതും നമ്മൾ ക്ലിയറായി നിൽക്കുന്നതും. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അഅ്മാലുകളും സ്വീകരിക്കട്ടെ. ഇസ്മില്ലാതെ കുറേ ഉണ്ട്. ഇന്നലില്ലാഹി തിസ്അത വ തിസ്ഈന ഇസ്മാ മൻ ഹഫിളഹാ ദഖലൽ ജന്ന. വല്ലതും ഇങ്ങനെയില്ല. അള്ളാഹ്ക്ക് 99 പേരുകളുണ്ട്. ആ 99 പേരുകളെ കൊണ്ട് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ ആരെങ്കിലും കാണാപ്പാടാക്കിയാൽ, മനപ്പാടമാക്കിയാൽ, ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ കടന്നു. അതും ബിസ്മില്ലാഹിൽപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കി, ഞാനിതൊരു ഈ വീഡിയോ ചെയ്യുന്നത് വരുമാനം കിട്ടാനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയല്ല. എനിക്കൊരു സ്വന്തമായൊരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത മനുഷ്യനാണ് ഞാൻ. നിങ്ങൾ മനസ്സിലാക്കണം. അതായത് വരുമാനം വാങ്ങാൻ വേണ്ടിയല്ല. ഇത് നമ്മൾ പഴയ കാലങ്ങളിൽ, ചെറുപ്പകാലങ്ങളിൽ ഇങ്ങനെ ചെയ്തു പോകുന്നതുകൊണ്ട് ഇപ്പം നമ്മൾ അത് ദൈവത്തിൻ്റെ രീതിയാക്കി മാറ്റി. ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ നിരവധി ആളുകളുണ്ട്. അവർക്കെല്ലാം അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മളവരെയും എൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.